നമ്മൾ തീരുമാനം നടപ്പിലാക്കാണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നിധിയാണ് കണ്ണിൻ്റെ കാഴ്ച. കണ്ണിൻ്റെ കണ്ണിൻ്റെ എല്ലാവർക്കും അങ്ങനെ തന്നെ. അവർക്ക് എന്തുണ്ടോ അല്ലല്ല കാഴ്ച കൊണ്ടല്ല ഡിസ്ട്രാക്ട് ചെയ്ത് പോകുന്നത്. പറഞ്ഞുതരാം. അതായത് കാഴ്ചയുണ്ട്, കണ്ണിൻ്റെ കാഴ്ച അതിമനോഹരമാണ്, അത്യുഗ്രൻ കാഴ്ചയാണ്. ഓക്കെ. പിന്നെ കേൾവി എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് കേൾവി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഗന്ധം, ആശ്വാസം, ഇങ്ങനെ ഓരോ സംഭവങ്ങളും അതിമനോഹരമാണ്. ഈ മനോഹരമായിട്ടുള്ളതെല്ലാം ചേർന്നേ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇത് ചേരാത്തത് കൊണ്ടാണ് മനോഹരം എന്ന് പറയുന്ന അവസ്ഥകളെല്ലാം ചേർക്കാത്തത്. എന്തുകൊണ്ടാണ്? വേറെ എന്തോ കൂടി വേണമെന്നുള്ള ആഗ്രഹം വന്ന്. മനസ്സിലായി? കയ്യിലുള്ളത് കണ്ണുണ്ട്, കാതുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, ത്വക്കുണ്ട്, ഭാരമുണ്ട്. ഈ അവസ്ഥ ചേർന്ന് നിൽക്കുമ്പോൾ മനോഹരമാണ്. ഇതിനകത്ത് വേറെ എന്തോ കൂടി വേണം. ഒരു 10 ലക്ഷം രൂപ കൂടി കിട്ടിയാൽ കൊള്ളാമായിരുന്നെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി. ഈ കാഴ്ചയും കണ്ണും കേൾവിയും ചെവിയും ഒക്കെ നല്ലതാ. പക്ഷെ കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങൾ മാത്രമേ മോശം. അല്ലല്ല, അതും മോശമല്ല. കൊച്ചെ ഇച്ചിരി പാടാണ്. കാരണം ഇപ്പൊ നമുക്ക് ഈ 5 സാധനം ഒന്നിച്ച് എല്ലാവർക്കും മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോ ഒരു മിനിറ്റ് മറക്കാതിരിക്കണമെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യണം. അല്ല, ഞാൻ പറയുകയായിരുന്നു, എല്ലാം കൂടി കേൾക്കണം. ഇതിപ്പോ ഈ പറയുന്നത് എല്ലാം കൂടി നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മളവിടെ നെഗറ്റീവ് ആയിരിക്കണം. ഇപ്പൊ ഷാഫിക്ക് പറയുന്നത് എല്ലാം മനസ്സിലാകും. കാരണം ഷാഫി അത് സിങ്ക്ഡ് ആണ് ആൾറെഡി. അതല്ലാത്തൊരാൾക്ക് ഈ ചെവിയും മണവും കേൾവിയും എല്ലാം കൂടി വരുമ്പോ അതിനെ എല്ലാം കൂടി ഡൈജസ്റ്റ് ചെയ്യാൻ പാടാണ്. അതല്ലാത്ത ഒരാള് എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് ബ്രീഫായിട്ട്. അതല്ലാത്തൊരാള് എക്സാമ്പിൾ അല്ല, അപ്പൊ ബോബി പറഞ്ഞു ഷാഫി ഓക്കെ സിങ്ക് ആവും, അതല്ലാത്തൊരാള് എന്ന്. അല്ല, ബോബി പറഞ്ഞ് ഷാഫിക്കും ഒക്കെ ഈ പറയണതൊക്കെ പെട്ടെന്ന് സിങ്ക്രണൈസ് ആവും, അതല്ലാത്ത ഒരാള് എന്ന് ബോബി ഉദ്ദേശിച്ചാവും. അപ്പൊ ബോബി എങ്ങനെയാണ് അതല്ലാത്തതാവണേ? ഞാൻ എന്റെ തോന്നിയാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാല് ഞാൻ ഇപ്പോ കാഴ്ചയിൽ ഞാനൊരു കണ്ണടച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ നോക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഗസ്റ്റേട്ടൻ പറഞ്ഞപ്പോ എല്ലാം എന്റെ തലയുടെ മോളിൽ കൂടി പറന്നു പോകുന്നത് പോലെ ഒരു തോന്നൽ എനിക്ക് വന്നു. അതായത് ഞാൻ ക്യാച്ച് ചെയ്യുന്നില്ല ഈ പറയുന്നത് ഫുള്ളായിട്ട്. എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ നോക്കുന്നില്ല. അപ്പോ ഞാൻ കുറച്ച് ഭാഗം ഡിസേബിൾ ചെയ്തു. അതായത് കാഴ്ച, ഈ മനോഹരമായ കാഴ്ചയെ ഡിസേബിൾ ചെയ്ത് കഴിയുമ്പോ എനിക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ നോക്കും എന്ന് പറഞ്ഞതാണ്. ഓരോ രീതിയാണ്. കാരണം ട്രാഫിക് ഡൈജസ്റ്റ് ചെയ്യുന്നത് പോലെ വേറെ ആൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല, ഉറപ്പാണ്. കാരണം ഷാഫി ആ ഫ്രീക്വൻസിയിലാണ് ആൾറെഡി. അതല്ലെങ്കിൽ ഒരാള് ഇത്ര പെട്ടെന്ന് ഈ പറയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും സിങ്ക് ആവത്തില്ല എന്ന് തോന്നുന്നു നോർമലി. ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് പറയാമല്ലോ, ജെസ്സി ചേച്ചി എത്ര നാള് സിങ്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും സിങ്ക് ആയില്ല. ഷാഫിയുടെ ആണെങ്കിലും വീട്ടില് വൈഫുമായിട്ട് സിങ്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാല് അങ്ങനെ ആൾക്കാർ ഡിഫറെന്റ് ആണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കപ്പാസിറ്റി ഉണ്ട്. കാരണം നമ്മളെല്ലാവരും റാൻഡമൈസ് ചെയ്താണ്. നമ്മൾ എങ്ങനെ പറഞ്ഞാലും റാൻഡമാണ് ലൈഫിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ബോബി പറയണ ജെസ്സി ചേച്ചി നെജിമിന്റെ ഒക്കെ ഫ്രീക്വൻസി വ്യത്യാസമാണ്, അതുകൊണ്ട് ബോബി വ്യത്യാസമായിട്ട് നിൽക്കുന്നത്. എന്തോ അതായത് നമ്മള് ഒരു ഗ്ലാസ് ഒരു സിമ്പിൾ കാര്യം പറയാം. നമ്മൾ വെള്ളം കുടിക്കുന്നു. എന്തുകൊണ്ട് വെള്ളം കുടിക്കുന്നു? എന്തുകൊണ്ട്
നാലല്ല, നാവെന്ന് പറയുന്ന ഒരു സംഭവമാണ് വെള്ളത്തെ സ്വാധീനിക്കുന്നത്, അല്ലേ? നാവാണ് വെള്ളത്തെ സ്വാധീനിക്കുന്നത്, വിശപ്പാണ് ഭക്ഷണത്തെ സ്വാധീനിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഖേന നമ്മളിലോട്ട് പലതിനെയും കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, അല്ലേ? എന്നിട്ട് വന്നിട്ട് അതെന്താ ചെയ്യണത്? വെള്ളമായിട്ട് ശരീരത്തിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അത് വെള്ളം ശരീരത്തിലോട്ട് മേർജാകുകയാണ് ചെയ്യുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം വയറ്റിൽ ചെന്ന് ചോറായിട്ട് കിടക്കുകയല്ല ചെയ്യുന്നത്. ചോറ് കൺവേർട്ടഡായി ചോറ് ശരീരവുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്ത് നിന്ന് വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്. അപ്പം നമ്മുടെ രുചിക്ക് നമ്മൾ ആഹാരം കഴിക്കുന്നു, ദാഹത്തിന് വെള്ളം കുടിക്കുന്നു, അതുപോലെ ശ്വാസം ശരീരത്തിലോട്ട് കൺവേർട്ട് ആകുന്നു. അപ്പം ഇതെല്ലാം, ഈ പ്രവർത്തനങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കും. ഇതിനകത്ത് എല്ലാത്തിനകത്തും കൺവേർഷൻ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കണ്ണ്, കാത്, അല്ലെങ്കിൽ കാതും കണ്ണിലോട്ട് എത്തുമ്പോൾ പിന്നെ കാണുന്നതെല്ലാം അങ്ങനെ തന്നെ നിൽക്കണം. ഭക്ഷണം കണ്ടിട്ട് കഴിക്കാണ്ടിരിക്കുന്നു. ആ ഭക്ഷണം കണ്ടിട്ട് കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ശോഷിച്ച് ചത്തുപോകല്ലേ. അതുപോലെ തന്നെ കണ്ടിട്ട് അത് ദഹിപ്പിക്കുന്നില്ല. ഭക്ഷണം ദഹിപ്പിക്കുന്നുണ്ട്, പക്ഷെ കാണുന്ന കാഴ്ചയും കേൾക്കുന്ന കാര്യങ്ങൾ ദഹിപ്പിക്കുന്നില്ല. അത് ദഹിപ്പിക്കാത്തതുകൊണ്ട് നമ്മൾ ചത്തുപോകുന്ന രോഗം വന്ന്. ഇത്രയേ ഉള്ളൂ കാര്യം. അത് മനസ്സിലായി. അതായത് എന്റെ കാഴ്ചയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കാണുന്ന കാഴ്ച ദഹിപ്പിക്കുന്നില്ല പ്രോപ്പറായിട്ട്. അതായത് ഞാൻ എന്തോ പ്രോസസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ. അതായത് അപ്പൊ കാഴ്ച അല്ല സുഹൃത്തെ, കാഴ്ച ദഹിക്കുന്നില്ലെങ്കിൽ കേൾവിയുടെ ഭാഗത്തോട്ട് പോവാ. കേട്ട് ദഹിക്കുന്നില്ലെങ്കിൽ ശ്വാസത്തിന്റെ ഭാഗത്തോട്ട് വരിക. ശ്വസിക്കുന്നത് ശരീരത്തിൽ എപ്രകാരം മാറ്റം ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയുന്നില്ലെങ്കിൽ എന്നാ ഭക്ഷണത്തിന്റെ ഭാഗത്തോട്ട് പോവാ. ഭാഗത്തോട്ട് വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാം കൂടി ഒന്നിച്ച് മനോഹരമായി ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത്, എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യുന്നത് ഒരു കപ്പാസിറ്റിയാണ്. ആ കപ്പാസിറ്റി ഇല്ലാത്തവര് ഓരോ പോർഷനിൽ പോയി ഹാൻഡിൽ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതാണ് പറഞ്ഞത്. അതായത് തീർച്ചയായിട്ടും പറയും, ഫൈനലി വന്നത് അത് തന്നെയാണ്. നമ്മൾ ഒന്ന് പറ്റുന്നില്ലെങ്കിൽ വേറെ ഒന്നിലോട്ട് പോകും, അതേ ഉള്ളൂ. അതെ. അപ്പം നമ്മൾ എവിടെയാണ് ഭക്ഷണം ദഹിക്കുന്നത്, ആ ഭക്ഷണം ദഹിച്ചാണ് ഒരാൾ തെളിഞ്ഞു വരുന്നത്. ഓക്കെ, ഒരാൾ തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ അടുത്ത തെളിച്ചത്തിലോട്ട് പോകുന്നതാണ് നമ്മൾ ശ്വാസം, ശബ്ദം, വെളിച്ചം. അല്ലാണ്ട് അതൊന്നും മരണമല്ല, ഇത് ജീവൻ്റെ അടുത്ത തുടർച്ചയാണ്. പക്ഷെ നമ്മൾ ചുറ്റുപാടും മരണം കണ്ടുപോയി. ഈ മരണത്തിൽ നിന്ന് ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. അതായത് ചുറ്റുപാടും കാണുന്നതെല്ലാം മരണമാണ്. ഓക്കെ, മരണത്തിൽ മരണമേ ഉള്ളൂ. ജീവൻ എവിടെയാണ് നിൽക്കുന്നത്? ജീവിതം നമ്മളിലാണ് നിൽക്കുന്നത്. ചുറ്റുപാടും കാണുന്ന എല്ലാത്തിലും മരണമാണ്. അതൊന്നും നമ്മുടെ ജീവൻ്റെ ഭാഗമായിട്ടില്ല. ജീവൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുവരുന്നത് ഈ പറയുന്ന ഇന്ദ്രിയങ്ങൾ മുഖേനയാണ് ജീവൻ്റെ ഭാഗത്തോട്ട് കാര്യങ്ങൾ വരുന്നത്. അവിടെ എത്തുമ്പോൾ അത് ജീവിക്കണമെന്നുണ്ടെങ്കിലുള്ള പ്രക്രിയയിലൂടെ കടന്നു പോകണം. കണ്ടതായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, മുമ്പിരിക്കുന്ന ചോറായിട്ടിരിപ്പുണ്ടെങ്കിൽ ഒരു പ്രയോജനമില്ല. അത് കഴിച്ച് നമ്മളിൽ വന്ന് ലയിച്ച് ദഹിച്ച് മാറണം, അല്ലേ? മാറണ്ടേ? അതെ, അങ്ങനെ. അപ്പൊ അവിടെ ഞാനായിട്ട് കൊണ്ടുവരുന്ന വ്യത്യാസങ്ങളിൽ നിന്ന് വ്യത്യാസമില്ലാത്ത ഒരു ഭാഗം എന്നിലും ബോബിയിലും ജെസ്സിയിലും എൻ്റെ ഭാര്യയിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഫുൾ ടൈം. ഈ കഴിക്കണ ഭക്ഷണം ബോബി വേറെ സിങ്കിലോ വേറെ വൈബ്രേഷനിലോ ഷാഫി വേറെ വൈബ്രേഷനിലോ ആയിട്ടല്ല ദഹിക്കണത്. ഒരൊറ്റ വൈബ്രേഷൻ ഒരുപോലെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ആ ദഹനം സംഭവിക്കണത്. നമ്മൾ രണ്ടുപേരും ഒന്നും ചെയ്യണില്ല. ഇപ്പൊ ഷാഫിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ദഹിക്കും, സിങ്കാവും. എനിക്ക് വളരെ സ്ലോ ആണെന്നുള്ളത് ഞാനെടുത്ത തീരുമാനം മാത്രമാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ആ വേർതിരിവില് ഞാനിരിക്കും. ജെനിയ വിളിച്ചപ്പോ ജെനിയുടെ ക്വസ്റ്റ്യൻസ് കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് ജെനിയക്ക് വരുമോ അപ്പൊ എന്റെ സംശയം വലിയ കാര്യമില്ലെന്ന് എനിക്ക് തോന്നാൻ കാര്യം ജെനിയുടെ സംശയം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചേട്ടനെ വിളിച്ചപ്പോ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ജെനിയ ഹൈ ലെവലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതെ, ബോബി എന്താ ചെയ്യണെന്ന് വെച്ചാ ബോബി ജസ്റ്റ് ഇരുന്നുകാണ്ട് അതെ ഈ കാര്യം ഉറപ്പിച്ചുകൊണ്ട് വളർത്തി. കാരണം കഴിഞ്ഞാല് എനിക്ക്
സംശയമുണ്ട് തോന്നുന്നത്. അതെ അതെ, അപ്പൊ മനസ്സിലായില്ലേ ബോബി ഒരു മീറ്ററും വെച്ചിരിക്കുകയാണ്, എല്ലാരിലും എന്തൊക്കെയാണ് എവിടൊക്കെയാണ് നോക്കണേ. അതെ, ലെവലാണ് നോക്കിക്കൊണ്ടിരിക്കണത്. അപ്പൊ പിന്നെ അവിടെ പിന്നെയും സംശയം നമ്മളിൽ കൂടുതലേ. ഞാൻ ബോബിയിൽ എന്താണ് സംഭവിക്കണത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് നേരെ ഇരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല. ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടോന്ന് വെച്ചാൽ ആ കാര്യത്തിൽ ഞാൻ ഫോക്കസ്ഡ് ആണ്. അതായത് എന്നിൽ സംഭവിക്കുന്നത് എന്നാല് അതെനിക്ക് ഒരുപാട് എനിക്ക് ഒരുപാട് അനുഭവത്തോട്ട് വരുന്നില്ല. ഒരേ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ആ ഒരു തിയററ്റിക്കലി ഐ ആം ഓക്കെ. അതെ, തിയററ്റിക്കലി ഞാനത് ഓക്കെയാണ്. എന്നാൽ എനിക്കത് എക്സ്പീരിയൻസിലോട്ട് ഒരുപാട് എത്തിക്കാൻ ഒത്തില്ല. അതിനുള്ളൊരു കാരണം ചിലപ്പോ വേറെ പല കാര്യങ്ങളും കണക്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അത് തന്നെയാണ് ഫുള്ളായിട്ട് എനിക്കതില് ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ ഒക്കത്തില്ല. അത് മാത്രം. അതെ അതെ അതെ, അത്രേ ഉള്ളൂ കാര്യം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഏറ്റവും വലിയ അറിവാണല്ലോ കിട്ടിയേ. അതെ 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 അതെ, ഇനി അതിന്റെ കൂടെ നിന്നാ മതി. അതെ അതെ, ഇനി ആ വേർതിരിവില്ലാത്തൊരു ഭാഗം കൂടി ഉണ്ട്, അത് അളക്കാൻ തുടങ്ങിയാൽ മതി. പിന്നെ അങ്ങോട്ട് ഫുള്ള് ഒരു തിരിവില്ല. അതായത് നമ്മുടെ ഏറ്റവും മൈന്യൂട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എല്ലാവർക്കും കോമൺ ആണ്. എക്സാക്ട്ലി. മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാം. അതെ, ബാക്കി നമുക്ക് എല്ലാവർക്കും വകതിരിവ് ഇഷ്ടം പോലെ ഉണ്ട്. അതിനെ നമ്മൾ കാണുകയേ വേണ്ട. അതെ, അത് കണ്ടിട്ട് എന്താ നമുക്കൊരു കാര്യമില്ലല്ലോ. ഒരു കാര്യവുമില്ല. പുറത്തോട്ടുള്ള കാര്യങ്ങളാണ്. അതെ, ഇവിടെ ഇപ്പോൾ അമേരിക്ക ബോംബിട്ട്, ഇസ്രായേലിൽ ബോംബിട്ട്, സമൂഹത്തിൽ ഇത്ര പ്രശ്നമുണ്ട് അത്ര പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, അത് കണ്ടോണ്ടിരുന്നിട്ട് ഈ ലോകത്തിൽ മുഴുവൻ പ്രശ്നമാണ്, അതുകൊണ്ട് മാത്രമാണ് എനിക്കും പ്രശ്നം എന്നും പറഞ്ഞ് കുത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. അത് ഈ ആൾക്കാരോട് ഈ ഡാർക്ക് ന്യൂസ് ആൾക്കാർക്ക് സിങ്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് എല്ലാരും കാണുന്നുണ്ട്. അല്ല, എല്ലാരും ഞങ്ങള് കാണില്ല. ഞങ്ങള് ബോബിന്റെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് മാത്രമേ കാണുന്നുള്ളൂ. അല്ല, നമ്മള് ഈ പറഞ്ഞ ഇന്റേണലി നോക്കുന്ന ആൾക്കാര് മൈനോറിറ്റി ആണ്. കുറച്ച് പേർക്കാനുള്ള കപ്പാസിറ്റി ഉള്ളു. ഇന്റേണൽ നോക്കണോരാണ് ഭൂരിപക്ഷവും. കാരണം പട്ടി, പൂച്ച, മരങ്ങള്, കല്ല്, മുള്ള് ഇതെല്ലാം ഉള്ളിലേക്ക് മാത്രമാണ് നോക്കണേ. ഏതെങ്കിലും പുറത്ത് നോക്കിയിട്ട് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ഇത് കുറച്ച് മനുഷ്യന്മാർ മാത്രമാണ് ഞങ്ങൾ ഭൂരിപക്ഷം എന്നും പറഞ്ഞുകാണ്ട് ഞങ്ങൾ പുറത്തേക്കാണ് നോക്കണമെന്നും പറഞ്ഞിട്ട് അവരങ്ങനെ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാം അവനവൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. കുറച്ച് ആൾക്കാർ മാത്രം, മനസ്സിലായ? അതെ, അവര് നല്ലോണം പാടും പെടുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിൾ കേസല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കോഴിക്കോട് നിന്ന് വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ബോബി അത്ര അടുത്തില്ലേ? ബോബിക്ക് അവിടുന്ന് എണീച്ച് നടന്നിങ്ങോട്ട് പോന്നാ മതിയല്ലോ. ഞങ്ങളിവിടെ ബോബിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, മനസ്സിലായ? ഈ കുട്ടിന്റെ ചിരി കണ്ടാ പോരെ? കുട്ടി ചോറുണ്ടാ? കുട്ടി ചോറുണ്ടാ? എന്താണ് കുട്ടി? ഇല്ലല്ല, ഞങ്ങള് ചോറ് വന്ന് മീൻ കറിയായി, ഇനി മീൻ പൊരിച്ചുകൊണ്ടിരിക്കുക. മത്തി പൊരിച്ചതാ? അപ്പൊ കണ്ണൂരത്തെ മത്തിന്റെ ഒരു ഫോട്ടോ വിടും കേട്ടോ. ഞങ്ങള് ഇവിടുത്തെ പിന്നെ നിനക്കറിയാല, കണ്ണൂരത്തെ മത്തി ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. ഇത് റെക്കോർഡിങ് കേട്ടോ. ഇത് ഇനി രണ്ടാമത് ആർക്കെങ്കിലും കാണണമെങ്കിൽ ഇതിന്റെ വേർഷൻ യൂട്യൂബിൽ കിട്ടും. അതെ 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 അതെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പുറത്തുള്ള നോയ്സ് വരുന്നുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആവുന്നുണ്ട്. മൈക്കിന്റെ സ്വിച്ചിൽ ഞെങ്ങിയിട്ടാണ്. മൈക്ക് മ്യൂട്ട് ആണോ? നോ പ്രോബ്ലം.
15 മിനിറ്റ് ആയിട്ടാ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോണ്. ബോബീഷ്, ആ ബോബി പറയും.